ഇനി എന്റെ പഞ്ചായത്ത് പോകുന്നത് എറണാകുളം ജില്ലയിലെ കാലടി പഞ്ചായത്തിന്റെ വിശേഷങ്ങളിലേക്കാണ്. പഞ്ചായത്ത് പ്രസിഡന്റ് ഷൈജൻ തോട്ടപ്പള്ളിയുണ്ട്. നമസ്കാരം ശ്രീ ഷൈജൻ. കാലടി പഞ്ചായത്ത് ഒരു കാർഷിക മേഖലയാണ്. പെരിയാറിന്റെ തീരപ്രദേശം പങ്കിടുന്ന ഒരു പ്രദേശമാണ്. ആദിശങ്കരന്റെ ജന്മനാടാണ്. അതുപോലെ തന്നെ ഉൽപാദന മേഖലയ്ക്കും ടൂറിസം മേഖലയ്ക്കും പ്രത്യേക ഊന്നൽ നൽകുന്ന വികസന പ്രവർത്തനങ്ങളാണ് പഞ്ചായത്ത് നടപ്പിലാക്കി വരുന്നത്. ഉൽപാദന മേഖലയിലെ വികസന പ്രവർത്തനങ്ങളെ എങ്ങനെയാണ് വിലയിരുത്താനാവുക? ഉൽപാദന മേഖലയിൽ കാർഷിക വിളകൾ കൂടുതൽ ലഭ്യമാക്കുന്നതിന് വേണ്ടി കർഷകരെ സപ്പോർട്ട് ചെയ്യുന്ന പദ്ധതികൾക്കാണ് പഞ്ചായത്ത് മുൻഗണന നൽകിയിട്ടുള്ളത്. വാഴയായാലും ജാതി ആയാലും അതുപോലെ തന്നെ നെൽകൃഷി, തരിച്ചു കിടക്കുന്ന സ്ഥലങ്ങളിൽ നെൽകൃഷിക്ക് പ്രോത്സാഹനം നൽകാൻ പഞ്ചായത്ത് പ്രത്യേകം ശ്രദ്ധിക്കുന്നു. അങ്ങനെ തരിച്ചിട്ടിരിക്കുന്ന പാടശേഖരങ്ങളെല്ലാം വിവിധ വ്യക്തികളെ കൊണ്ടും പാടശേഖര സമിതികളെ കൊണ്ടും ഏറ്റെടുത്ത് കൃഷി നടത്തുക എന്നുള്ള ഒരു പ്രോത്സാഹന രീതിയാണ് പഞ്ചായത്ത് സ്വീകരിച്ചിട്ടുള്ളത്. അതിനുവേണ്ടി സർക്കാർ നിഷ്കർഷിക്കുന്ന 30%-ലേറെ തുക ഉൽപാദന മേഖലയിൽ മുടക്കുന്നതിന് പഞ്ചായത്ത് എപ്പോഴും പ്രതിജ്ഞാബദ്ധമായി തന്നെയാണ് മുന്നോട്ട് പോരുക. മറ്റൊന്ന് ക്ഷീരമേഖല, അതും കാർഷിക മേഖലയാണ്. ക്ഷീരമേഖലയിലെ കർഷകർക്ക് പാലിന് സബ്സിഡി കൊടുക്കുന്നത് കൂടാതെ എല്ലാ കർഷകർക്കും, സ്വകാര്യ മേഖലയിലും പാലളക്കുന്ന മുഴുവൻ കർഷകർക്കും കിട്ടത്തക്ക രീതിയിൽ ഒരു കാലിത്തീറ്റയ്ക്ക് സബ്സിഡി എന്ന പുതിയ പ്രോജക്റ്റ് കഴിഞ്ഞ വർഷം മുതൽ പഞ്ചായത്ത് ഭരണസമിതി ഏറ്റെടുത്ത് നടപ്പിലാക്കി വരുന്നത് ഈ മേഖലയിലെ ക്ഷീര കർഷകർക്ക് ഒട്ടേറെ സഹായകമാകുന്നുണ്ട്. തീർച്ചയായിട്ടും കാർഷിക മേഖലയ്ക്ക് പ്രത്യേകമായിട്ടുള്ള ഊന്നൽ നൽകുന്ന വികസന പ്രവർത്തനങ്ങളാണ് പഞ്ചായത്ത് നടപ്പിലാക്കി വരുന്നത്. ടൂറിസം സാധ്യത, അനന്ത സാധ്യതയുള്ള ഒരു പ്രദേശം കൂടിയാണ് കാലടി ഗ്രാമപഞ്ചായത്ത്. എങ്ങനെയാണ് ടൂറിസം സാധ്യത പ്രയോജനപ്പെടുത്തുന്നത്? എത്രത്തോളമാണ് ടൂറിസം? ടൂറിസം, അതായത് തീർത്ഥാടന കേന്ദ്രമാണ് കാലടി. കാലടിയിൽ ആദിശങ്കരന്റെ ജന്മദേശം കൊണ്ട് പരിപാവനമാണ്. അതോടൊപ്പം തന്നെ വിശുദ്ധ തോമാസ് ലീഹായുടെ പാസ്പ്രസമേറ്റ മലയാറ്റൂരിനോട് ചേർന്നെടുക്കുന്ന ഒരു പഞ്ചായത്താണ്. പെരിയാർ തീരപ്രദേശമാണ്. കാലടി പഞ്ചായത്തിൽ തന്നെ ജലാശയങ്ങൾ, നിരവധി ജലാശയങ്ങളുണ്ട്. അതിൽ 1-2 ജലാശയങ്ങൾ തന്നെ വളരെ വലുതാണ്. 13.5 ഏക്കർ വരുന്ന മാണിക്യമംഗലം 3-4 വാർഡുകളിലൂടെ കടന്നു പോകുന്ന ഒരു മാണിക്യമംഗലം തുറ എന്ന ജലാശയത്തിൽ സർക്കാരിന്റെ ടൂറിസം ഡെസ്റ്റിനേഷൻ പ്രോജക്റ്റ് കഴിഞ്ഞ 2 വർഷം മുമ്പ് സംസ്ഥാന സർക്കാർ പ്രഖ്യാപിച്ച ഓരോ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ തോറും ഒരു ടൂറിസം ഡെസ്റ്റിനേഷൻ പ്രോജക്റ്റ് എന്ന ആ പ്രഖ്യാപനം ഏറ്റെടുത്തുകൊണ്ട് ഈ മാണിക്യമംഗലം തുറയോട് ചേർന്ന് ബഹുമാനപ്പെട്ട MLA ശ്രീ റോജി എം ജോണിന്റെ സഹായത്തോടെ അദ്ദേഹത്തിന്റെ ഫണ്ടും ഈ ടൂറിസം ഡിപ്പാർട്ട്മെന്റിന്റെ ഫണ്ടും പഞ്ചായത്ത് ഫണ്ടും ഏകോപിപ്പിച്ച് 1,07,85,000 രൂപയുടെ ഒരു നല്ല പദ്ധതിക്ക് അവിടെ തുടക്കമിടാൻ ഭരണസമിതിക്ക് കഴിഞ്ഞു. ഒരു വാക്ക്വേയും ഓപ്പൺ ജിമ്മും കുട്ടികളുടെ പാർക്കും ഒക്കെ ഉൾക്കൊള്ളുന്ന ഈ പ്രോജക്റ്റ് കഴിഞ്ഞ ജനുവരിയിലാണ് ജനങ്ങൾക്ക് തുറന്നു കൊടുത്തത്. ഇത് വളരെയേറെ പേരെ ആരോഗ്യകരമായിട്ടുള്ള രാവിലെയുള്ള നടത്തത്തിനും ശാരീരികമായിട്ടുള്ള ഉറപ്പിനുമുള്ള ജിംനേഷ്യത്തിൽ എക്സസൈസ് ചെയ്യുന്നതിനൊക്കെ നിരവധി പേർ ഈ പ്രദേശത്ത് രാവിലെയും വൈകുന്നേരങ്ങളും വന്നുകൊണ്ടിരിക്കുകയാണ്. ഇത് ഒന്ന് വികസിപ്പിക്കണമെന്നാണ് ഈ പ്രദേശത്ത് വരുന്ന എല്ലാവരുടെയും ആഗ്രഹം. അതിനുവേണ്ടി നമ്മൾ ഈ കഴിഞ്ഞ 2 മാസങ്ങൾക്ക് മുമ്പ് മഹാത്മാഗാന്ധി യൂണിവേഴ്സിറ്റിയുടെ ടൂറിസം സ്റ്റഡീസ്, സ്കൂൾ ഓഫ് ടൂറിസം സ്റ്റഡീസിനെ നേരിട്ട് പോയി ചുമതലപ്പെടുത്തിയിരിക്കുകയാണ്. പഞ്ചായത്ത് കമ്മിറ്റിയുടെ തീരുമാനപ്രകാരം അവർക്ക് നൽകുന്നതിനുള്ള പൈസയും പ്രോജക്റ്റിൽ വകയിരുത്തിയിട്ടുണ്ട്. ഒരു പ്രോജക്റ്റ് തയ്യാറാക്കി അതിന് DPR അടിയന്തരമായി സമർപ്പിക്കാൻ ഈ 13.5 ഏക്കർ വരുന്ന തുറയ്ക്ക് ചുറ്റും ഒരു വാക്ക്വേ ഉണ്ടാക്കത്തക്ക രീതിയിലുള്ള സംവിധാനത്തിനാണ് പഞ്ചായത്ത് ലക്ഷ്യമിടുന്നത്. ആ DPR ലഭിച്ചാൽ ഉടൻ മറ്റ് സർക്കാർ ഏജൻസികളിൽ നിന്നോ മറ്റേതെങ്കിലും ബാങ്കുകള് അല്ലെങ്കിൽ എയർപോർട്ട് ഇങ്ങനെയുള്ള സ്ഥലങ്ങളിൽ നിന്നൊക്കെ CSR ഫണ്ട് ലഭ്യമാക്കിയും ഈ പദ്ധതി നടപ്പിലാക്കാൻ കഴിയും എന്നാണ് പഞ്ചായത്ത് വിചാരിക്കുക. തീർച്ചയായും ജനങ്ങളുടെ അടിസ്ഥാന സൗകര്യങ്ങളിൽ ഒന്നാണ് വീട് എന്ന് പറയുന്നത്. ഭവന പദ്ധതി എത്രത്തോളമാണ് ഗ്രാമപഞ്ചായത്തിൽ നടപ്പിലാക്കുന്നത്? ലിസ്റ്റിൽ ഉൾപ്പെട്ട എല്ലാവർക്കും വീട് നിർമ്മിച്ചു നൽകിയ ഒരു പഞ്ചായത്ത് കൂടിയാണ്. തീർച്ചയായിട്ടും
കഴിഞ്ഞ 2020 സംസ്ഥാന സർക്കാർ ഭവന പദ്ധതിയുടെ ലിസ്റ്റിന് അപേക്ഷ ക്ഷണിച്ചു. തുടർന്ന് ഏകദേശം 1.5 കൊല്ലങ്ങൾക്ക് ശേഷമാണ് ആ ലിസ്റ്റ് പ്രാബല്യത്തിൽ വന്നത്. ഇന്ന് പഞ്ചായത്തിലെ ലൈഫ് ഭവന പദ്ധതിയുടെ ലിസ്റ്റിൽ ലഭ്യമായിട്ടുള്ള എല്ലാവർക്കും, അർഹരായ എല്ലാ ഗുണഭോക്താക്കൾക്കും അതിന്റെ ബാക്കി പേപ്പറുകളെല്ലാം റെഡി ആയിട്ടുള്ള എല്ലാവർക്കും വീട് നൽകുന്നതിനുള്ള ഒരു ശ്രമം പഞ്ചായത്ത് നടത്തിയിട്ടുണ്ട്. ഇപ്പോഴും ബാക്കിയുള്ളവരെ കൂടി എഗ്രിമെന്റ് വെച്ച് വീട് പണിയുന്നതിനുള്ള പരിശ്രമം പഞ്ചായത്തിന്റെ ഭാഗത്തു നിന്ന് നടത്തി വരുന്നു. ഏകദേശം ലിസ്റ്റ് തീർന്ന മട്ടാണ്. ഇനി അതിന് പുറത്തു നിൽക്കുന്നവരുണ്ട്. അപ്പൊ വീണ്ടും സർക്കാർ അപേക്ഷ ക്ഷണിക്കാൻ അനുമതി നൽകുന്ന മുറയ്ക്ക് പഞ്ചായത്തിലേക്ക് അപേക്ഷ നൽകാൻ കഴിയും. തുടർന്ന് പരിശോധനകൾ നടത്തി ലിസ്റ്റ് തയ്യാറാക്കി നമുക്ക് വീണ്ടും ഭവന പദ്ധതി തുടരാൻ കഴിയും. വേനൽക്കാലത്ത് കുടിവെള്ളക്ഷാമമൊക്കെ നേരിടുന്ന പ്രദേശങ്ങളുണ്ടോ? കുടിവെള്ള പദ്ധതിയൊക്കെ എത്രത്തോളമാണ് ഗ്രാമപഞ്ചായത്തിൽ നടപ്പിലാക്കാൻ സാധിച്ചിട്ടുള്ളത്? ആലടി പഞ്ചായത്തിലെ നിലവിലൊരു കുടിവെള്ള പദ്ധതി ഉണ്ട്. കുടിവെള്ളക്ഷാമം രൂക്ഷമായ 1-2 പ്രദേശങ്ങൾ പഞ്ചായത്തിലുണ്ട്. കാരണം ഇച്ചിരി പൊക്കം ഹൈറ്റ് കൂടിയ സ്ഥലങ്ങളുണ്ട്. ഒന്ന് ഞാൻ പ്രദാനം ചെയ്യുന്ന മാണിക്യമംഗലത്ത് 5-ാം വാർഡിൽ തന്നെ ഒരു മാണിക്യമംഗലം പള്ളി നിൽക്കുന്ന പ്രദേശം നല്ലൊരു കുന്നിന്റെ മുകളിലാണ്. അവിടേക്ക് വെള്ളം എത്തില്ല. അതിലേക്ക് വെള്ളം എത്താത്ത സാഹചര്യം, അതായത് വിതരണ ശൃംഖല കൂടിയപ്പോൾ കപ്പാസിറ്റി കുറഞ്ഞൊരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. പുതിയക്കരയിലുള്ള വാട്ടർ ടാങ്കിലേക്ക് വെള്ളം പമ്പ് ചെയ്ത് പെരിയാറിൽ നിന്ന് പമ്പ് ചെയ്ത് പെരിയാറിലെ കിണറിൽ നിന്ന് പമ്പ് ചെയ്ത് അവിടെ നിന്നാണ് വെള്ളം വിതരണം ചെയ്യുക. ഈ കുടിവെള്ള പദ്ധതിയിൽ നിന്ന് തന്നെ തുറൂർ പഞ്ചായത്തിന്റെ ഒരു ഭാഗത്തേക്കും മലയാറ്റൂർ നീലേശ്വരം പഞ്ചായത്തിന്റെ ഒരു ഭാഗത്തേക്കും വെള്ളം കൊണ്ടുപോകുന്നുണ്ട്. അപ്പൊ പഞ്ചായത്തിന് സ്വന്തമായ ഒരു കുടിവെള്ള പദ്ധതി ഉണ്ടായാലേ ഈ കുടിവെള്ളക്ഷാമം പരിഹരിക്കാൻ കഴിയൂ എന്നുള്ളതാണ് പഞ്ചായത്തിന്റെ നിലപാട്. ഇതിനൊട്ടേറെ നിവേദനങ്ങൾ പഞ്ചായത്ത് നൽകിയിട്ടുണ്ട്. മറ്റൊന്ന്, വാട്ടർ അതോറിറ്റിയുടെ പ്രവർത്തനം വളരെ മോശമാണ്. അത് പറയാതിരിക്കാൻ നിവൃത്തിയില്ല. അവര് പറയുന്നു ഒരു പൈപ്പ് പൊട്ടിയാൽ നന്നാക്കാൻ ആളില്ല, ഇനി നന്നാക്കാൻ വരുന്നവർക്ക് കൊടുക്കാൻ പൈസ ഇല്ലെന്നാണ് അവർ പറയുക. അപ്പൊ അത് വളരെ ഗൗരവമായി പരിഗണിക്കേണ്ട ഒരു വസ്തുതയാണ്. വേനൽക്കാലത്തൊക്കെ വെള്ളമില്ലാത്ത അവസ്ഥ വന്ന് പഞ്ചായത്ത് അംഗങ്ങൾക്കൊന്നും വീട്ടിലിരിക്കാൻ കഴിയാത്ത സാഹചര്യമാണുള്ളത്. ഒരു കംപ്ലൈന്റ് വന്നാൽ ഒരാഴ്ചയൊക്കെ നീണ്ടുപോകുന്ന അറ്റകുറ്റപ്പണികളാണ്. കാരണം ആളില്ലാത്തൊരു സാഹചര്യമാണ് നിലവിലുള്ളത്. തീർച്ചയായിട്ടും ഇത്തരം പദ്ധതികളൊക്കെ നടപ്പിലാക്കുമ്പോൾ ഏതെങ്കിലും തരത്തിലുള്ള വെല്ലുവിളികൾ അല്ലെങ്കിൽ പ്രതിസന്ധികൾ നേരിട്ടിട്ടുണ്ടോ? ഈ വെല്ലുവിളികളൊക്കെ തരണം ചെയ്ത് എങ്ങനെയാണ് ഇത്തരത്തിലുള്ള പദ്ധതികളൊക്കെ ആവിഷ്കരിക്കാൻ, നടപ്പിലാക്കാൻ സാധിക്കുന്നത്? വെല്ലുവിളികൾ ധാരാളമുണ്ട്. നമ്മളൊരു പദ്ധതി തയ്യാറാക്കി DPSC അതിന് അപ്രൂവൽ തന്നാൽ, അല്ലെങ്കിൽ MLA ഫണ്ടിൽ നിന്ന് പൈസ ലഭ്യമായാൽ അത് നടപ്പിലാക്കേണ്ട ഉദ്യോഗസ്ഥർ അതിന് നമ്മളോടൊപ്പം നിന്നാലേ ഈ കാര്യം നടക്കും. എന്റെ ഓർമ്മയിൽ വളരെ വിഷമകരമായ ഒരു വസ്തുത, നമുക്ക് ആയുർവേദ ഹോമിയോ ഡിസ്പെൻസറികൾ വാടക കെട്ടിടത്തിലാണ്. ആയുർവേദ ഡിസ്പെൻസറി മാണിക്യമംഗലം കോലഞ്ചേരി കവലയിൽ 6-ാം വാർഡിന്റെ പരിസരത്താണ് 2020 മുതൽ അത് പ്രവർത്തിച്ചു വരിക. 2000 മുതൽ അത് പ്രവർത്തിച്ചു വരിക. കഴിഞ്ഞ 25 വർഷക്കാലമായിട്ട് വാടക കെട്ടിടത്തിലിരുന്ന ആയുർവേദ ആശുപത്രി അവിടെ നിന്ന് മാറ്റണമെന്ന് കെട്ടിട ഉടമയോട് ഒരുപാട് പ്രാവശ്യം ആവശ്യപ്പെട്ടതിനെ തുടർന്ന് അവിടെ നിന്ന് മാറ്റേണ്ടി വന്നു. അതേപോലെ NSS കരയോഗത്തിന്റെ ഒരു ഹോളിൽ നമുക്ക് പഞ്ചായത്തിന് പൈസ ചെലവാൻ കഴിയും. ഹോള് മുഴുവൻ സ്പോൺസർ ചെയ്ത് അതിന്റെ പാർട്ടീഷൻ നടത്തി, മറ്റേ ഫാർമസി ഉണ്ടാക്കി, സ്റ്റോർ റൂം ഉണ്ടാക്കി, ഇതൊക്കെ ചെയ്തതിന് ശേഷമാണ് നമ്മൾ അവിടേക്ക് പ്രവർത്തനം മാറ്റിയത്. ഇതിനു വേണ്ടി കെട്ടിടം പണിയാൻ നമ്മൾ പഞ്ചായത്ത് പൈസ വെച്ച് ഒരു 12 സെന്റ് സ്ഥലം ഈ മാണിക്യമംഗലത്ത് വാങ്ങുകയുണ്ടായി. അവിടെ വാങ്ങിയതിന് ശേഷം ബഹുമാനപ്പെട്ട MLA കഴിഞ്ഞ ഫെബ്രുവരിയിലും, ഈ ഫെബ്രുവരി അല്ല അതിന് മുമ്പത്തെ ഫെബ്രുവരി 29-ാം തീയതി ഒരു കത്ത് എഞ്ചിനീയറിംഗ് വിങ്ങിന് കൊടുത്ത AXCയുടെ ഓഫീസിലേക്ക് എസ്റ്റിമേറ്റ് തയ്യാറാക്കി നൽകാൻ 1 വർഷക്കാലം എടുത്തു. അതിന്റെ എസ്റ്റിമേറ്റ് പൂർത്തിയായി, അത് ടെൻഡർ ചെയ്ത് വർക്ക് ആരംഭിക്കാൻ. ഇപ്പോ കഴിഞ്ഞ മാർച്ചില് അതിന്റെ നിർമ്മാണം ആരംഭിച്ചിട്ടുണ്ട്. ഇത് വളരെ പ്രതിസന്ധിയാണ്. പിന്നെ NOC കിട്ടുന്ന കാര്യത്തില് കനാലുകൾ നിരവധിയുണ്ട്. ഈ കനാലുകളുടെ റോഡുകൾ അറ്റകുറ്റപ്പണി നടത്താൻ NOC കിട്ടാൻ 5 മാസം ഈ കൊല്ലം വൈകി. ഇങ്ങനെയുള്ള TS കിട്ടുന്നതിന് ഒരുപാട് വൈകി. ഇതൊക്കെ ഉദ്യോഗസ്ഥരുടെ ഭാഗത്തു നിന്നും ഉണ്ടാകേണ്ട സപ്പോർട്ടാണ്. പഞ്ചായത്തിന്റെ മെമ്പർമാരൊക്കെ ഉൾപ്പെടെ പോയി ഉദ്യോഗസ്ഥരുടെ മുമ്പിലിരുന്ന് സമരം ചെയ്യേണ്ട ഗതികേട് വരെ ഈ കാര്യത്തിൽ പഞ്ചായത്തിന് ഉണ്ടായിട്ടുണ്ട്. അത് വളരെ വിഷമകരമായ ഒരു സാഹചര്യമാണ്. തീർച്ചയായിട്ടും ഈ പ്രതിസന്ധി ഘട്ടങ്ങളെയൊക്കെ തരണം ചെയ്ത് വിവിധ മേഖലകളിൽ നിരവധി വികസന പ്രവർത്തനങ്ങളാണ് കാലടി ഗ്രാമപഞ്ചായത്ത് നടപ്പിലാക്കി വരുന്നത്. ഇനിയുള്ള ഭാവി വികസന പദ്ധതികൾ എന്തൊക്കെയാണ്?
നമ്മൾ കഴിഞ്ഞ കുറെ കാലങ്ങളായിട്ട് പഞ്ചായത്തിന് ഒരു 4.25 ഏക്കർ സ്ഥലം MC റോഡിന്റെ സൈഡിലുണ്ട്. കഴിഞ്ഞ കുറെ കാലങ്ങളായി മാറി മാറി വരുന്ന ഭരണസമിതികൾ ഇത് ഈ സ്ഥലത്ത് ഷോപ്പിംഗ് കോംപ്ലക്സ്, ബസ് ടെർമിനൽ പണിയണമെന്ന ആഗ്രഹവുമായി മുന്നോട്ട് വന്നു. ഈ ഭരണസമിതി വന്നതിന് ശേഷം മുൻ ഭരണസമിതി തയ്യാറാക്കി വെച്ചിരുന്ന പ്ലാനിൽ വലിയ മാറ്റമൊന്നും വരുത്താതെ, കാരണം അത് അപ്രൂവൽ ലഭിച്ചിരുന്നു, ആ പ്ലാൻ വെച്ച് തന്നെ ബാക്കിയുള്ള നടപടികൾ പൂർത്തിയാക്കി ഇത് നിർമ്മാണ പ്രവർത്തനം ആരംഭിച്ചിട്ടുണ്ട്. മാർച്ചിലാണ് നിർമ്മാണ പ്രവർത്തനം ആരംഭിച്ചത്. അത് പൂർത്തിയാകുമ്പോൾ കാലടിയുടെ മുഖച്ഛായ തന്നെ മാറി. പഞ്ചായത്ത് ഓഫീസിൽ ഇരിക്കുന്നതിന് സമീപമാണ് ബസ് സ്റ്റാൻഡും ഈ ഷോപ്പിംഗ് കോംപ്ലക്സും. നിലവിൽ ബസ് സ്റ്റാൻഡ് പ്രവർത്തിച്ചിരുന്നത് നേരെ തൊട്ടപ്പുറത്തെ മാർക്കറ്റ് ഗ്രൗണ്ടിലേക്ക് മാറ്റി പ്രവർത്തനം ആരംഭിച്ചിരിക്കുകയാണ്. മറ്റൊന്ന്, നമുക്ക് ഇവിടെ ഒരു മാർക്കറ്റ് സ്ഥിതി ചെയ്യുന്നുണ്ട്. 2.5 കോടി രൂപയുടെ മുടക്കി മാർക്കറ്റ് പണിതെങ്കിലും അത് പ്രാവർത്തികമാക്കാൻ കഴിഞ്ഞിട്ടില്ല. അതൊന്ന് പ്രാവർത്തികമാക്കിയെടുക്കുക. അപ്പോ ഈ ഷോപ്പിംഗ് കോംപ്ലക്സും മാർക്കറ്റും വരുമ്പോൾ ഷോപ്പിംഗ് കോംപ്ലക്സിലൂടെ ഈ ഇവിടുത്തെ ധനം, ഇവിടുത്തെ സമ്പത്ത് ഇവിടെ തന്നെ VM ചെയ്യാനായിട്ട് കഴിയും. മറ്റുള്ള സ്ഥലങ്ങളിലേക്ക് പോകാതെ കാലടിയിലുള്ളവർ കാലടിയിൽ നിന്ന് തന്നെ വസ്തുക്കൾ വാങ്ങാൻ തുടങ്ങിയാൽ ഈ നാട്ടിലുള്ള മുഴുവൻ പേരുടെയിലും പൈസ ഉണ്ടാകും, കച്ചവടക്കാരുടെ പൈസ ഉണ്ടാകും. അതെങ്ങും പോകാതെ ഇവിടെ തന്നെ പിടിച്ചു നിർത്താൻ. അപ്പോ നാട്ടിൽ സമ്പദ് വ്യവസ്ഥയ്ക്ക് ഒരു മാറ്റം ഉണ്ടാകും എന്നാണ് പഞ്ചായത്ത് കരുതുക. തീർച്ചയായിട്ടും നിരവധി മാതൃകാപരമായിട്ടുള്ള വികസന പ്രവർത്തനങ്ങൾ തന്നെയാണ് കാലടി ഗ്രാമപഞ്ചായത്ത് മുന്നോട്ട് വയ്ക്കുന്നത്. ഭാവി വികസന പ്രവർത്തനങ്ങളൊക്കെ യാഥാർത്ഥ്യമാകട്ടെ എന്ന് ആശംസിക്കുകയാണ്. എറണാകുളം ജില്ലയിലെ കാലടി പഞ്ചായത്തിന്റെ വികസന പ്രവർത്തനങ്ങളാണ് പ്രസിഡന്റ് പങ്കുവച്ചത്. നന്ദി ശ്രീ ശൈലജൻ തോട്ടപ്പള്ളി. എൻ്റെ പഞ്ചായത്തിന്റെ ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ പൂർണ്ണമാകുന്നു. കൂടുതൽ പഞ്ചായത്തുകളുടെ വിശേഷങ്ങളുമായി തിരിച്ചെത്തും വരെ നമസ്കാരം.